ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഐറ്റമാണ് ഉണക്കിയെടുത്ത ഇരുമ്പ് പുളി കൊണ്ടുള്ള ഒരു അച്ചാർ. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറേ കാലത്തേക്ക് ചീത്തയാവാതെ ഇരിക്കും. അപ്പോൾ ദൂരയാത്ര ചെയ്യുന്നവർക്കും വിദേശത്തെ മക്കളുള്ളവർക്കും ഒക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ജ്യൂസും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതെന്താണെന്നറിയാൻ നിങ്ങൾ മുഴുവൻ വീഡിയോയും കാണുക. ഇന്നത്തെ നമ്മുടെ ഇരുമ്പുപുളി അച്ചാറിന് വേണ്ട സാധനങ്ങൾ: മുളക് പൊടി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, കായം, കടുക്, അതുപോലെ തന്നെ നന്നായി ഉണങ്ങിയ ഇരുമ്പുപുളി, നല്ലെണ്ണ, കൂടാതെ മിക്സിയിൽ ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്ത വറ്റൽമുളക്. ആദ്യമായി തന്നെ ചൂടായി വരുന്ന ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കുന്നത് നല്ലെണ്ണയല്ലേ? ഒരു സ്പൂൺ നല്ലെണ്ണ അല്ലേ? ഇനിയിപ്പോൾ കുറച്ച് കടുക് ഇട്ടതിന് ശേഷം എന്താ ഇടുക? കടുക് ഇട്ട ശേഷം ഇഞ്ചി വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കടുക്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പച്ചമുളക്, കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ചുവന്ന മുളക് ഇടിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മൂത്ത് വരുമ്പോഴത്തേനും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഉലുവാപ്പൊടി, കായപ്പൊടി എന്തോരം ചേർക്കണം? കായപ്പൊടി ഒരു 1/2 സ്പൂൺ കായപ്പൊടി. എല്ലാം വതങ്ങിയ ശേഷം നമ്മൾ ഈ മസാല നന്നായി മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഇടിച്ച ചുവന്ന മുളക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കണം. 2 സ്പൂൺ മതിയാവും. 2 സ്പൂൺ മതി. ഉണങ്ങിയ ഇരുമ്പ് പുളി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചില നാട്ടിൽ ഇതിന് ചിലിമ്പിക്കാന്നും പറയും, ഇരുമ്പം പുളി എന്നും പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പറയുന്നതെന്നുള്ളത് നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട്. വിലിമ്പിക്കാന്ന് ഏത് നാട്ടിലാണ് പറയുന്നത്? ഇവിടെ പറയുന്നത് വിലിമ്പിക്ക. ഈ അച്ചാറിൽ വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ലല്ലേ? ഇതിലെ കുറച്ച് നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ. ഇത് അമ്മച്ചി തമിഴ്നാട്ടിൽ നിന്ന് പഠിച്ചാണോ ഈ അച്ചാറ്? കേരളത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു അച്ചാർ കണ്ടിട്ടില്ല. ഇത് കേരളത്തിലുള്ള അച്ചാർ. കേരളത്തിലുള്ള അതെ. പിന്നെ നല്ലെണ്ണയല്ലോ ഉപയോഗിക്കുന്നത്? നല്ലതാണല്ലോ. ഇപ്പം നമ്മളിതിലേക്ക് പച്ചവെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. തിളപ്പിച്ചാറണമെന്ന് നിർബന്ധമില്ല, ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഈ അച്ചാർ പൂത്ത് പോകാണ്ടിരിക്കാൻ നല്ലതായിരിക്കും. ഇതിനിടയിൽ നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഈ മസാല ചൂടായി വെള്ളം തിളയ്ക്കുന്നതോടെ വരെ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം, ഇത് അടി പിടിക്കാതിരിക്കാൻ. വെള്ളം ചേർത്ത ശേഷം നമുക്ക് ചെറിയ തീരയിട്ട് ചെയ്തെടുക്കാം. വെള്ളം നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര സമയം എടുക്കില്ല. പിന്നെ വെള്ളം ആഡ് ചെയ്തെടുത്തിട്ട് ഒന്ന് തിളച്ച് വരുന്നോടം വരെ ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ചൂടായി വരുമ്പോൾ നല്ലെണ്ണയുടെയും കറിവേപ്പിലയുടെയൊക്കെ മണം വരുന്നുണ്ട്. അച്ചാറിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പോവാണ്. ഞാൻ പറയാം. നല്ല ചൂടുണ്ടേ. നല്ല ഉണങ്ങിയ പുളിയായതുകൊണ്ട് നല്ല പുളിയുണ്ട്. നല്ല ഇഞ്ചിൻ്റെയും അതേപോലെ തന്നെ ആ എരിവൊക്കെ കറക്റ്റ് നമുക്ക് ഫീൽ ചെയ്യാം. പുളി നല്ല പുളിയാട്ടോ. പുളിയിൽ ഇഷ്ടമുള്ളവർക്ക് വളരെ നല്ലൊരു അച്ചാറായിരിക്കും. എനിക്ക് പൊതുവേ അച്ചാർ കഴിച്ചാൽ നെഞ്ചരിച്ചിലുള്ള ആളാണ്. പക്ഷേ ഈ അച്ചാർ കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. മസാലയുടെ അതിപ്രസരമൊന്നും കാണാനില്ല. നല്ല അച്ചാറാട്ടോ. അങ്ങനെ നമ്മുടെ അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് നല്ല ചൂടായിരുന്നു. അപ്പോൾ വേർത്ത് കുളിച്ചങ്ങനെ നിൽക്കുമ്പോൾ തണുത്ത് എന്തെങ്കിലും കുടിക്കണം എന്ന് തോന്നി. അപ്പോൾ അമ്മച്ചിയുടെ സജഷനായിരുന്നു നമുക്ക് പച്ചമാങ്ങ വെച്ചൊരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക എന്നുള്ളത്. അങ്ങനെ ഞാൻ മെല്ലെ ടെറസ് വഴി വലിഞ്ഞ് മാവേ കയറി മാവിൽ നിന്നൊരു 4-5 മാങ്ങ പൊട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ഈ മാങ്ങ കൊണ്ട് എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് നിങ്ങൾ കാണാൻ പോകുന്നത്.
മാങ്ങ വൃത്തിയായി കഴുകിയെടുത്ത ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. കാരണം നമുക്ക് മിക്സിയിൽ അരയ്ക്കാൻ എളുപ്പം അതായിരിക്കും. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, ഉപ്പ്, അതുപോലെ തന്നെ 1-2 പച്ചമുളക് ആഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നോക്കാൻ പോവാണ്. മാങ്ങയുടെ ഒരു പുളിയുണ്ട്, അതുപോലെ തന്നെ നല്ല മധുരമുണ്ട്, മുളകിൻ്റെ എരിവുമുണ്ട്. അപ്പോൾ നല്ല എരിവും പുളിയും മധുരവും ഇതെല്ലാം കൂടിയുള്ള ഒരു നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും തന്നെ മാങ്ങ അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ ചോദിച്ചിട്ടൊരു മാങ്ങ പറിച്ച് ഒരു ജ്യൂസ് ഉണ്ടാക്കി നോക്കുക, നല്ലതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ ബൈ.